മധുരയിലെ ഗ്രാമത്തിലെ കാട്ടിൽ നിന്നും വെട്ടപ്പെട്ട നിലയിൽ ഒരു മനുഷ്യന്റെ തല കണ്ടെത്തുന്നു. അത് നായകനായ മുത്തുവിന്റെ തലയാണ്. ചിരിച്ച മുഖത്തോടു കൂടിയാണ് ആ തലയുള്ളതും. ആ നാട്ടിലെ പോലീസുകാർ കേസ് അന്വേഷിക്കുവാനായി ആരംഭിക്കുന്നു. ആരാണ് ഈ മുത്തു? മുത്തുവിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മുത്തുവിന്റെ കഥ എന്താണെന്നൊക്കെ ഓരോ എപ്പിസോഡിലും പറയുന്നുണ്ട്. എങ്കിൽ നമുക്ക് വിജയ് സേതുപതി കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന കാട്ടാൻ എന്ന തമിഴ് സീരീസിന്റെ കഥ നോക്കിയാലോ? ഈ ഒരു സീരീസ് മുഴുവനും 10 എപ്പിസോഡുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ടായിരിക്കും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടില് ആദ്യത്തെ 5 എപ്പിസോഡിന്റെ കഥയാണേ പറയുന്നത്. എങ്കിൽ നമുക്ക് വേഗം പാർട്ട് 1ന്റെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ സ്റ്റേഷനിലേക്ക് പോകുവാനായി റെഡിയാകുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ കാലയനെ കാണിക്കുന്നു. കാലയന്റെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചുനാൾ ആയതേയുള്ളൂ. കാലയന്റെ വീട്ടില് ഏകദേശം 500 ആടുകളുണ്ട്. ആടുകളെയൊക്കെ വളർത്തുകയാണ് അവരുടെ മെയിൻ തൊഴിൽ. ആ ആടുകളെ വളർത്തിയാൽ തന്നെ ജീവിക്കാനുള്ള വരുമാനം അതിൽ നിന്നും അവർക്ക് കിട്ടും. മാത്രവുമല്ല ഒരുപാട് സ്വത്തും ഒക്കെ കാലയനും കുടുംബത്തിനുമുണ്ട്. എന്നാൽ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല എന്ന പേരിൽ മാത്രമാണ് കാലയൻ പോലീസ് ജോലി ചെയ്യുന്നതും. പക്ഷേ ഇത് കാലയന്റെ അമ്മയ്ക്ക് അത്ര ഇഷ്ടമേ അല്ല. എപ്പോഴും അവൻ ഭാര്യ പറയുന്നതും കേട്ട് ഭാര്യയുടെ സാരത്തുമ്പിലാണ് കഴിയുന്നതെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് വല്ലാതെ പ്രശ്നമാ. അതുകൊണ്ട് തന്നെ മരുമകളുമായിട്ട് മിക്ക സമയത്തും അമ്മ വഴക്കുണ്ടാക്കാറുണ്ട്. കാലയൻ രാവിലെ തന്നെ ഒരുങ്ങി നേരെ സ്റ്റേഷനിലേക്കും എത്തുന്നുണ്ട്. ആ നാട്ടിലെ തന്നെ സ്റ്റേഷനിലാണ് കാലയൻ വർക്ക് ചെയ്യുന്നതും. സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയത്ത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം എന്തോ കണ്ട് പേടിച്ച് സ്റ്റേഷന് പുറത്തു നിൽക്കുകയാണ്. എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുമ്പോഴോ വിഷമുള്ളൊരു പാമ്പ് സ്റ്റേഷനുള്ളിലേക്ക് കയറിയിരിക്കുന്നു. പാമ്പിനെ പിടികൂടുവാനായിട്ട് പാമ്പാട്ടിയും എത്തിയിരിക്കുക. പാമ്പ് വന്നതുകൊണ്ട് തന്നെ മെയിൻ ഇൻസ്പെക്ടർ ആണെങ്കിലോ അലമാരിയുടെ മണ്ടയിൽ കയറിയിരിക്കുക. അങ്ങനെ ഒരുവിധം പാമ്പാട്ടി പാമ്പിനെയും പിടിച്ചുകൊണ്ടു പോകുന്നു. കുറെ നാളുകളായി ആ സ്റ്റേഷനിൽ ഇപ്പോൾ അങ്ങനെ കേസൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റേഷൻ അടച്ചുമൂടിയതിനു ശേഷം സിറ്റിയിലേക്ക് വരുവാനായിട്ടാണ് മുകളിൽ നിന്നും ഉത്തരവിട്ടിരിക്കുന്നത്. പക്ഷേ അത് കാലയന് അത്ര ഇഷ്ടമായതേയില്ല. കാരണം അവന്റെ നാട്ടിൽ തന്നെ ജീവിക്കുവാനായിട്ടുള്ള ഒരു അവസരമായിരുന്നല്ലോ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്നാൽ സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നടക്കില്ലല്ലോ എന്ന സങ്കടമായിരുന്നു കാലയന്. അതുപോലെ തന്നെ പോലീസ് ഇൻസ്പെക്ടറിനും ആകെ സങ്കടമാണ്. കാരണം ഇൻസ്പെക്ടറിന് ആ നാട് ഒരുപാട് ഇഷ്ടമായി. വലിയ ജോലിയൊന്നുമില്ല, വലിയ കേസും ഇല്ലാത്തത് കൊണ്ട് എപ്പോഴും അവർക്ക് വെറുതെ ഇരിക്കാം. എന്നാൽ മറ്റുള്ള കോൺസ്റ്റബിൾമാർക്കൊക്കെ അതൊട്ടും ഇഷ്ടമാകുന്നതേയില്ല. ഒരു കോൺസ്റ്റബിൾ ആണെങ്കിലോ ഇനി സിറ്റിയിൽ പോയാൽ നല്ല ജോലിയൊക്കെ ചെയ്ത് ഭാര്യയ്ക്കൊപ്പം നിൽക്കാമല്ലോ എന്നാണ് ആ കോൺസ്റ്റബിൾ പറയുന്നതും. എന്നാൽ കാലയനാണെങ്കിലോ രാവിലെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോകുവാനായി ഇറങ്ങുന്നു. എന്തെന്നാൽ എങ്ങനെയെങ്കിലും ഒരു കള്ളക്കേസ് ഉണ്ടാക്കണം. എന്നിട്ട് അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേഷൻ അടച്ചു മൂടില്ലല്ലോ. ആ ഒരു കാര്യം ഇൻസ്പെക്ടറിനോടും പറയുന്നു. ഇൻസ്പെക്ടറും കാലയനും നേരെ പോകുന്നത് ചാരായമൊക്കെ വിൽക്കുന്ന സ്ത്രീക്കടുത്തേക്കാണ്. അവരോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ താനിപ്പോൾ ചാരായം വിൽപ്പനയൊക്കെ നിർത്തിയെന്നും തന്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ ഇപ്പോൾ സിറ്റിയിലേക്ക് പോയെന്നും ആ സ്ത്രീ പറയുന്നു. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ കാലയനും ഇൻസ്പെക്ടറും നേരെ സ്റ്റേഷനിലേക്കും എത്തുന്നു. മറ്റൊരു വശത്ത് കാലയന്റെ വീട്ടില് ഒരു പയ്യൻ ആടിനേക്ക് നോക്കുവാനായി നിൽക്കും. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായിട്ട് ആടിനെ അവരുടെ കയ്യിൽ നിന്നും വാങ്ങുക. എന്നിട്ട് അവന് തനിയെ തന്നെ ഒരു ഫാം ആരംഭിക്കുക. അതായിരുന്നു അവന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് കാലയന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നതും. അങ്ങനെ അവൻ പതിവ് പോലെ തന്നെ ആടിനെ മേയ്ക്കുവാനായിട്ട് എത്തിയിരിക്കുകയായിരുന്നു. മാത്രവുമല്ല അവൻ അവിടെ ഇരുന്ന് ചാരായമൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം മറ്റൊരു പയ്യനാണെങ്കിലോ പാറയ്ക്ക് മുകളിൽ നിന്നും എന്തോ കണ്ട് പേടിച്ചു ഓടുകയാ. എന്താണെന്ന് ചോദിച്ചിട്ട് അവൻ വെപ്രാളം കാരണം ഒന്നും പറഞ്ഞതുമില്ല. അത് കണ്ട ആ പയ്യനാണ് ഉടനെ ആ പയ്യൻ പാറയ്ക്കടുത്ത് ചെന്ന് നോക്കുമ്പോഴോ ഒരാളുടെ തല അവിടെ വെട്ടിവെച്ചിരിക്കുന്നു. ചിരിച്ച മുഖത്തോടു കൂടിയാണ് അയാൾ ഇരിക്കുന്നതും. അത് കണ്ട ആ പയ്യൻ പേടിച്ച് ഉടനെ തന്നെ കാലയനെ വിളിച്ച് വിവരം അറിയിക്കും. കാലയനും സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ്. കാലയനാണെങ്കിലോ ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോകുന്നു. മാത്രവുമല്ല തലയിരിക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു മഞ്ഞ കവറിൽ പൊതിഞ്ഞ് കുറച്ച് കാശും ഒരു ലെറ്ററും ഇരിക്കുന്നു. കാലയൻ ഉടനെ തന്നെ കോൺസ്റ്റബിളിനെ വിളിച്ച് വിവരം പറയും. കോൺസ്റ്റബിൾ ആണെങ്കിലോ തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കാണുവാൻ വേണ്ടിയിട്ട് സിറ്റിയിലേക്ക് വന്ന സമയമായിരുന്നു അത്. കോൺസ്റ്റബിളിന് പുതിയൊരു കേസ് വന്നതറിഞ്ഞ് വല്ലാതെ ദേഷ്യം വരുന്നു. കോൺസ്റ്റബിൾ ഉടനെ തന്നെ കാലയനോട് ചോദിക്കും, അവിടെ ഒരു മഞ്ഞ കല്ലില്ലേ, ആ കല്ലിന് മുകളിലാണോ അതോ താഴെയാണോ തലയിരിക്കുന്നതെന്ന് നോക്കാൻ. കാലയൻ അത് നോക്കുകയാണ്. എന്നിട്ട് അയാൾ ഒരു കാര്യം കൂടി പറയുന്നു. മഞ്ഞക്കല്ലിന് മുകളിലാണ് ഇരിക്കുന്നതെങ്കിൽ മഞ്ഞപ്പെട്ടി സ്റ്റേഷന്റെ പരിധിയിലാണ് വരുന്നത്. താഴെയാണെങ്കിലോ നമ്മുടെ സ്റ്റേഷന്റെ പരിധിയിലാ. എവിടെയാണെന്നൊന്ന് നോക്കി പറയുവാനായിട്ടും കാലയനോട് പറയുന്നു. കാലയൻ ഉടനെ തന്നെ മഞ്ഞക്കല്ലിന് താഴെയാണ്, നമ്മുടെ സ്റ്റേഷൻ പരിധിയിലാണ് തലയിരിക്കുന്നതെന്നും കള്ളം പറയുന്നു. സത്യത്തിൽ മഞ്ഞപ്പെട്ടി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായിരുന്നു തലയുണ്ടായിരുന്നതും. എങ്ങനെയെങ്കിലും ആ ഒരു സ്റ്റേഷനിൽ അവർക്ക് സ്വന്തമായിട്ടൊരു കേസ് ഒപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് കാലയനാണെങ്കിലോ നേരെ ആ തലയെടുത്ത് അവരുടെ സ്റ്റേഷൻ പരിധിയിൽ കൊണ്ടുവന്ന് വെക്കുന്നു.
ആടുമേക്കുന്ന പയ്യനോട് ഈ പരിസരത്ത് എവിടെയെങ്കിലും ബോഡി കിടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുവാനായിട്ട് കാലയൻ പറഞ്ഞു വിട്ടിരുന്നു. ആ പയ്യൻ തിരികെ വരുന്ന സമയത്ത് തലയുണ്ടായിരുന്ന സ്ഥാനത്തല്ല ഇരിക്കുന്നത്. കാലയൻ ഉടനെ തന്നെ ആ പയ്യനോട് പറയും, ഞാൻ ഈ തലയെടുത്ത് മാറ്റിവെച്ച കാര്യം ആരോടും പറയരുത്. നീ കുറെ നാളായിട്ട് എന്റെ അമ്മയോട് ആടിനെ ചോദിക്കുന്നില്ലേ, ആ ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ നിനക്ക് തരാം. ഈ ഒരു കാര്യം ആരോടും പറയരുതെന്നും പ്രത്യേകം ആ പയ്യനെ വിരട്ടുന്നു. അതുകൊണ്ട് തന്നെ ആരോടും ആ പയ്യൻ ഒന്നും പറഞ്ഞതേയില്ല. വിവരമറിഞ്ഞ് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും മീഡിയക്കാരും ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും ഒക്കെ അവിടേക്ക് എത്തുന്നുണ്ട്. എല്ലാവരും അന്വേഷണവും ആരംഭിച്ചു. മാത്രവുമല്ല, തലയിരുന്ന ഭാഗത്തു നിന്നും ഒരു മഞ്ഞ കവറിലായിട്ട് കുറച്ച് കാശ് കിട്ടിയില്ലേ, ഏകദേശം അത് ഒരു 2 ലക്ഷം രൂപ വരും. മാത്രമല്ല, ഒരു കത്തുമുണ്ടായിരുന്നല്ലോ. ആ കത്തിൽ എഴുതിയിരുന്നത് ആരാണോ എന്റെ ശവസംസ്കാര ചടങ്ങ് നടത്തുന്നത് അവർക്ക് ഈ 2 ലക്ഷം രൂപ എടുക്കാമെന്നായിരുന്നു. പോലീസ് ഇൻസ്പെക്ടർ ചിന്തിക്കുന്നത്, ആരാടാ ഇവൻ? ഇവൻ ചിരിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ചിരിച്ചുകൊണ്ടിരുന്ന സമയത്താണോ ഇവന്റെ തല വെട്ടിയിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നു. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊന്നും അറിയാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ ഡോഗ് സ്ക്വാഡ് എത്തിയൊക്കെ അന്വേഷണം നടത്തുന്ന സമയത്ത് ചെറിയൊരു മീനിന്റേത് പോലുള്ള ഒരു ലോക്കറ്റും കിട്ടുന്നു. മാത്രവുമല്ല, ഒരു വണ്ടിയുടെ ടയർ മാർക്കും അവിടെ നിന്ന് കണ്ടെത്തുകയാണ്. അതിനുശേഷം ചെറിയൊരു ബോക്സിലാക്കി തല ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടം ചെയ്യുവാനായിട്ട് ഡോക്ടർ എത്തുന്ന സമയത്തോ ബോഡി എവിടെയെന്നാണ് തിരക്കുന്നത്. ബോഡിയില്ല, തല മാത്രമേ കിട്ടിയുള്ളൂ. തല വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുവാനായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. അതെങ്ങനെ ചെയ്യാനാ? തല കൊണ്ട് മാത്രം പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യാൻ കഴിയില്ല. ബോഡി കൊണ്ടുവാ, അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു തല നേരെ സ്റ്റേഷനിലേക്കും കൊണ്ടുവരുന്നു. ആരായിരിക്കും ഇത് എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഇൻസ്പെക്ടർ. അങ്ങനെ ആ ഒരു കേസ് അന്വേഷിക്കുവാനായും ആരംഭിക്കുന്നു. അങ്ങനെ ഇൻസ്പെക്ടർ ആണെങ്കിലോ ആ ഒരു തലയുടെ ഫോട്ടോ എടുത്തതിനു ശേഷം എല്ലാവരുടെ അടുത്തും ചെന്ന് അന്വേഷിക്കുവാനായും ആരംഭിക്കുന്നു. ഗ്രാമത്തിലുള്ള എല്ലാവരോടും ഫോട്ടോ കാണിച്ചിട്ട് ഇത് ആരെന്നറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ആർക്കും തന്നെ അറിയത്തേയില്ല. അതോടുകൂടി ഈ ഗ്രാമത്തിലുള്ള ആളെ അല്ലെന്നുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലായി. എന്നാൽ അതേസമയം ഒരു ചായക്കടയിലെത്തി ചോദിക്കുന്ന സമയത്ത് അവിടെ ശക്തിവേൽ എന്നൊരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ശക്തിവേൽ ഈ ഒരു ഫോട്ടോ കണ്ടതും ഇവനെ എനിക്കറിയാമെന്ന് പറയുകയാണ്. പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ മുത്തു എന്ന് പറയുന്നു. ഞാൻ ഇവനെ ആദ്യമായിട്ട് കാണുന്നത് ഗ്രാമത്തിലെ ഉത്സവം നടക്കുന്ന സമയത്തായിരുന്നു എന്ന് പറഞ്ഞ് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ കഥാനായകനായ മുത്തുവിനെ കാണിക്കുന്നത്. ആ നാട്ടിലെ ഉത്സവത്തിന് കൺമണി ഡാൻസ് ടീമിന്റെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതില് പെൺകുട്ടികളെ കൊണ്ടുവരുമ്പോഴോ ഒരു ബോഡി ഗാർഡിനെ പോലെ വന്ന ആളായിരുന്നു മുത്തു. ആ ഗ്രാമത്തിലെ ആണുങ്ങളൊക്കെ പെൺകുട്ടികളെ വല്ലാതെ ശല്യം ചെയ്യുന്നത് കൊണ്ടാണ് മുത്തു അവർക്ക് ബോഡി ഗാർഡായിട്ടും എത്തിയിരുന്നതും. അങ്ങനെ പെൺകുട്ടികളൊക്കെ ഡ്രസ്സ് മാറിക്കൊണ്ട് നിൽക്കുന്നത് കാണാൻ ഒരുപാട് ആൺകുട്ടികൾ ശ്രമിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ ശക്തിവേലും ഉണ്ടായിരുന്നു. ശക്തിവേലാണെങ്കിലോ വാതിലിനിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്നത് മുത്തു കാണുന്നു. മുത്തു ഉടനെ തന്നെ ശക്തിവേലിനെ പിടിച്ചു മാറ്റുകയാണ്. നിങ്ങൾ എന്തായി കാണിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ട എന്താ പ്രശ്നം, ഞാനും കൂടി ഉള്ളത് കൊണ്ടാ ഈ ഒരു ഡാൻസ് പ്രോഗ്രാം ഇവിടെ നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞതെന്നൊക്കെ മുത്തുവിനോട് പറയുന്നു. എന്നാൽ മുത്തു ആണെങ്കിലോ ശക്തിവേലിനെ നന്നായിട്ട് വിരട്ടുകയാണ് ചെയ്തത്. വിചാരിച്ച കാര്യം നടത്താൻ കഴിയാത്തതിന്റെ ദേഷ്യമായിരുന്നു ശക്തിവേലിന് മുത്തുവിനോടുണ്ടായിരുന്നതും. അങ്ങനെ ഡാൻസ് നടക്കുന്ന സ്ഥലത്തേക്ക് ആരൊക്കെയോ കല്ല് പറക്കി എറിയുന്നത് കൊണ്ട് തന്നെ വലിയ പ്രശ്നമുണ്ടാവുകയാണ്. ഉത്സവം കുളമായെന്ന് തന്നെ പറയാം. അന്നാണ് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും മുത്തുവിനെ കണ്ടതെന്നും ശക്തിവേലു പറയുന്നു. പോലീസുകാർക്ക് ആകെ അവരുടെ കൈവശം കിട്ടിയിരുന്നത് ഒരു തല മാത്രമായിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ ആളിന്റെ പേര് മുത്തുവെന്നാണെന്നും കൺമണി ഡാൻസ് ടീമിന്റെ ബോഡി ഗാർഡാണെന്നും അറിയാൻ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു വിധമാണ് പിന്നീട് അന്വേഷണവും നടക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാലയൻ തന്റെ ഭാര്യയ്ക്കൊപ്പം സിറ്റിയിലുള്ള ഹോട്ടലിൽ ഫുഡ് കഴിക്കുവാനായി എത്തിയിരിക്കുകയായിരുന്നു. എന്നാൽ കാലയനാണെങ്കിലോ ആ ഒരു കേസിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അത് കാണുന്ന ഭാര്യ, എന്താ നിങ്ങൾ ചിന്തിക്കുന്നത്, ആ ഒരു കേസിനെ പറ്റിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് കാലയൻ മറുപടി പറയുന്നു. എന്നാൽ വാ, നമുക്കിവിടെയുള്ള ആളുകളോടൊക്കെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാളെ അറിയുമോ എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞ് ആദ്യം നേരെ പോകുന്നത് ആ ഒരു ഹോട്ടലിന്റെ ഓണറിന്റെ അടുത്തേക്കാണ്. ഓണറിനെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇതാരാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാം, മുത്തു, ഇതെന്റെ ദൈവമാണെന്നും ഹോട്ടൽ മുതലാളി പറയുന്നു. അവസാനമായിട്ട് നിങ്ങൾ എന്നാ മുത്തുവിനെ കണ്ടെത്തുന്ന ചോദിക്കുമ്പോൾ 4 വർഷത്തിൽ കൂടുതലായെന്നും മുതലാളി പറയുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഇതേ ഹോട്ടലില് ഫുഡ് കഴിക്കുവാനായി എത്തിയതായിരുന്നു മുത്തു. ഇതേ ഹോട്ടലിൽ തന്നെ സപ്ലയർ ആയിരുന്നു ഈ വയസ്സായ ആൾ, അതായത് ഇപ്പോഴത്തെ മുതലാളി. അയാളാണെങ്കിലോ ഓരോ ടേബിളും ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം അന്ന് ഈ ഹോട്ടലിന്റെ ആദ്യത്തെ ഉടമ വന്നിട്ട് ഈ ഒരു സപ്ലയറിനെ ഒരുപാട് വഴക്ക് പറയുന്നു. എല്ലാവരുടെയും മുന്നിലിട്ട് വയസ്സായ ആളാണെന്ന് പോലും ചിന്തിക്കാതെ അയാളെ ഒരുപാട് അപമാനിക്കും. ഇതെല്ലാം മുത്തു കാണുന്നുണ്ട്. ദേഷ്യം വന്ന മുത്തുവാണെങ്കിൽ പുറത്തേക്ക് വന്ന് തന്റെ ലോറിയിലെ ചെറിയൊരു ഡോറുണ്ട്, ആരും അറിയാതെ ഒരു രഹസ്യ അറ. ആ അറയിൽ നിന്നും ഒരു കെട്ട് ക്യാഷ് എടുക്കുകയാണ്. ഏകദേശം 10 ലക്ഷം രൂപ വരും.
നേരെ എന്നിട്ട് മുതലാളിക്കടുത്തേക്ക് ചെല്ലുന്നു. അതായത് പഴയ മുതലാളി. മുതലാളിയുടെ കൈവശം ഈ ഒരു കാശ് കൊടുത്തിട്ട്, നിനക്ക് ഈ ഹോട്ടൽ കെട്ടാനായിട്ട് എത്ര രൂപ ചിലവായി എന്ന് മുത്ത് ചോദിക്കുമ്പോൾ 1,50,000 രൂപ എന്നുള്ള കാര്യം ഓണർ പറയുന്നു. പിന്നെ ഈ ഒരു ഹോട്ടലിൽ നിന്നും നിനക്ക് കിട്ടുന്ന ലാഭം അതെല്ലാം കൂടി ചേർത്ത് ഞാനൊരു 10,00,000 രൂപ നിനക്ക് തരും. ഈ ഹോട്ടൽ നീ ഇപ്പോൾ ഇവിടെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകണം. ഇത് ദേ എന്റെ പേരിൽ എഴുതി തരണമെന്നും മുത്ത് പറയുന്നു. മുത്ത് പറയുന്നത് കേട്ട് അയാൾ ഒന്ന് ചിന്തിക്കും. അയാൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ അയാൾക്ക് ഈ ഹോട്ടലിൽ നിന്നും ഉണ്ടാകുന്ന ലാഭമൊക്കെ വെച്ച് 10,00,000 രൂപ അയാൾക്ക് വലിയ തുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല, ആ ഒരു ഹോട്ടൽ മുത്തുവിന് കൊടുത്തതിന് ശേഷം പഴയ ഓണർ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ മുത്ത് നേരെ വരുന്നത് സപ്ലയറായ വയസ്സായ ആളിനടുത്തേക്കാണ്. അയാൾക്ക് ആ ഒരു ഹോട്ടൽ കൊടുത്തിട്ട്, ഇനി മുതൽ നിങ്ങളാണ് ഈ ഒരു ഹോട്ടലിന്റെ ഓണർ, നിങ്ങൾ ഈ ഒരു ഹോട്ടൽ നോക്കി നടത്തണമെന്ന് പറഞ്ഞിട്ടാണ് മുത്തു അവിടെ നിന്ന് പോകുന്നത്. അന്നാണ് അയാൾ മുത്തുവിനെ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുന്നതെന്നും അയാൾ കാലയനോട് പറയുന്നു. അല്ല, മുത്തുവിനെ കുറിച്ച് എന്തിനാ അന്വേഷിക്കുന്നതെന്ന് ആ ഒരു ഹോട്ടൽ ഉടമ ചോദിക്കുമ്പോഴോ, മുത്തു മരണപ്പെട്ടു പോയി, തല മാത്രമാണ് കിട്ടിയത്, ഉടൽ ഇതുവരെയും കിട്ടിയിട്ടില്ല. മുത്തുവിന്റെ മരണകാരണം അന്വേഷിക്കുകയാണെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ട് ഹോട്ടൽ ഉടമ തകർന്നു പോകുന്നു. എന്റെ ദൈവത്തിനെ, ഞാൻ പിന്നീട് കണ്ടിട്ടേയില്ല, ഈ ഫോട്ടോ എങ്കിലും എനിക്ക് തരുമോ എന്ന് ആ ഒരു ഹോട്ടൽ ഉടമ ചോദിക്കുന്നു. അങ്ങനെ കാലയനാണെങ്കിലോ തന്റെ കൈവശമുണ്ടായിരുന്ന ഫോട്ടോ ഹോട്ടൽ ഉടമയെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നതും. ഒരു ബന്ധവുമില്ലാത്ത ഒരാളെ പിടിച്ച് ഹോട്ടലിന്റെ ഓണറാക്കുന്നു. ഡാൻസ് ടീമില് ബോഡി ഗാർഡായിട്ട് വർക്ക് ചെയ്യുന്നു. ആരായിരിക്കും ഈ മുത്തു എന്നും പോലീസുകാർ ചിന്തിക്കുന്നു. അങ്ങനെ അവർ നേരെ പോകുന്നത് കൺമണി ഡാൻസ് ടീമിനെ കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. കൺമണി ഡാൻസ് ടീമിലെ മെയിൻ ഡാൻസേഴ്സ് ആയ മീനയും ചിട്ടും ഇപ്പോൾ ഡാൻസ് കളിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പഴയതുപോലെ ഇപ്പൊ ടീം ആക്റ്റീവ് അല്ല എന്നും അവർ പറയുന്നു. അങ്ങനെ നേരെ എത്തുന്നത് ഇതേ കൺമണി ഡാൻസ് ടീമിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളിനടുത്തേക്കാണ്. മുത്തുവിന്റെ ഫോട്ടോ കാണിച്ചിട്ട് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ, അറിയാം, ഞങ്ങളുടെ ഡാൻസ് ടീമിന്റെ ഡ്രൈവർ ആയിരുന്നു. മുത്തുവിനെ ആദ്യമായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടത് ഒരു ഉത്സവത്തിന് വെച്ചാണെന്നും അയാൾ പറയുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഒരു ഉത്സവത്തിന് ഡാൻസ് കളിക്കുവാൻ വേണ്ടിയിട്ട് കൺമണി ഡാൻസ് ടീമുമായിട്ട് എത്തിയിരിക്കുന്ന ആളായിരുന്നു ഇത്. എന്നാൽ അവിടെ കുറെ പയ്യന്മാരാണെങ്കിലോ ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളെ കാണണമെന്ന് പറഞ്ഞ് വല്ലാതെ പ്രശ്നമുണ്ടാക്കി. എന്നാൽ അതിനിടയിലേക്ക് മുത്തു ഇടപെടുകയും മുത്തു അവരുമായിട്ട് തർക്കിക്കുകയും ഒക്കെ ചെയ്തു. ഒരു ബോഡി ഗാർഡിനെ പോലെയാണ് അന്ന് മുത്തു പെരുമാറിയത്. അന്നു മുതൽ അവരുടെ ഡാൻസ് ടീമിലെ ഡ്രൈവറായിട്ട് മുത്തുവുമുണ്ട്. മാത്രവുമല്ല, മീനയും ചിട്ടുവുമായിട്ടാണ് മുത്തു ഏറ്റവും കൂടുതൽ കമ്പനിയുള്ളതെന്നും അയാൾ പറയുന്നു. അതിനുശേഷം മുത്തു താമസിച്ചിരുന്ന സ്ഥലമൊക്കെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അവിടെ വലിയൊരു ഇരുമ്പ് പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടി പരിശോധിച്ച് നോക്കുമ്പോഴോ അതിൽ ആ ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളുടെയൊക്കെ ഫോട്ടോയും ഡാൻസിന്റെ ഡ്രസ്സുകളും, പിന്നെ അതിൽ അവസാനം കിട്ടിയൊരു ഫോട്ടോ മുത്തുവിന്റേതായിരുന്നു. അതിൽ മുത്തു ആനപ്പുറത്തിരിക്കുന്ന ചിത്രമായിരുന്നു ഉണ്ടായിരുന്നതും. ആനയെ കണ്ടതും ഉടനെ തന്നെ ആ പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിലോ ആ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ഈ ആനകളെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഒരാളിനെ അയച്ചു കൊടുത്തിട്ട് ആ ആനയെ കുറിച്ച് അന്വേഷിക്കുന്നു. ആനകളൊക്കെ കാണാൻ ഒരുപോലെയാണെങ്കിലും അവർ പലതരത്തിലുണ്ട് എന്നാണ് ഇൻസ്പെക്ടർ പറയുന്നത്. അതുകൊണ്ടാണ് ആനകളെ കുറിച്ച് അറിയാവുന്ന ആളിനെ അയച്ചു കൊടുത്തതും. അയാൾ പറയുന്നത് ഈ ആന ഇപ്പോൾ ഉള്ളത് കേരളത്തിലാണെന്നാണ്. ഉടനെ തന്നെ ഇൻസ്പെക്ടർ കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്, റെഡിയായിരിക്കെ, നമുക്ക് നാളെ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് പോകണമെന്ന്. അങ്ങനെ അടുത്ത ദിവസം തന്നെ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും കേരളത്തിലേക്കും എത്തുകയാണ്. ആ ഹോട്ടൽ ഉടമ മുത്തുവിന്റെ ഫോട്ടോ ഇപ്പോൾ ഫ്രെയിം ചെയ്ത് ദൈവത്തിന്റെ സ്ഥാനത്ത് വെച്ച് വിളക്ക് കത്തിക്കുകയാണ്. ഒരു ദിവസം ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കുവാനായിട്ട് ഒരു വാച്ച് കടക്കാരൻ എത്തുന്നു. അയാൾ മുത്തുവിന്റെ ഫോട്ടോ കണ്ടതും, ഇയാളുടെ ഫോട്ടോ എന്തിനാ നിങ്ങൾ ഫ്രെയിം ചെയ്ത് ദൈവത്തിന്റെ സ്ഥാനത്ത് കാണുന്നെന്ന് ചോദിക്കുന്നു. ഇയാൾ ആരെന്ന് നിങ്ങൾക്ക് അറിയാമോന്ന് ചോദിച്ച് ആ ഒരു വാച്ച് കടക്കാരൻ ഒരു കഥ പറയുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. വാച്ച് കടക്കാരന്റെ വാച്ച് കടയിലെ ഒരു മെക്കാനിക് ആയിരുന്നു അന്ന് മുത്തു. ഒരു ദിവസം മുത്തു വാച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരാൾ വരുന്നു. അയാളുടെ പേരാണ് ശിവ. അയാളുടെ കയ്യിൽ വില കൂടിയൊരു വാച്ച് ഉണ്ടായിരുന്നു. ആ വാച്ച് മുത്തുവിനെ ഏൽപ്പിച്ചിട്ട് ഈ വാച്ച് റെഡിയാക്കണമെന്ന് പറയും. എന്നാൽ മുത്തു പറയുന്നതോ ഈ വാച്ച് റെഡിയാക്കുവാനായിട്ട് കഴിയത്തില്ല, എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ചാണ്, ഇതിനുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലെന്നും മുത്തു പറയുന്നു. എന്നാൽ അയാളാണെങ്കിലോ വാച്ച് മുത്തുവിനെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അയാൾ പോയ ഉടനെ തന്നെ മുത്തു ആ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച് എടുത്ത് കയ്യിൽ അണിയുന്നു. അതിനുശേഷം അവിടെ നിൽക്കുന്ന സമയത്ത് അയാൾ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയ ഒരു മഞ്ഞ കളർ ബാഗ് കാണുകയാണ്. ആ ബാഗ് മുത്തു എടുത്ത് ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് അതിൽ നിറയെ സ്വർണ്ണ ബിസ്ക്കറ്റുകളായിരുന്നു. അത് കണ്ട മുത്തു ഞെട്ടിപ്പോകുന്നു.
മുത്തുവാണെങ്കിലോ ആരും അറിയാതെ ആ ഒരു ബാഗ് സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്തത്. ഈ ഒരു കാര്യം ആ ഒരു കടയുടെ ഓണറായിട്ടുള്ള ആളിന് പോലും അറിയത്തേയില്ല. അങ്ങനെ ഏകദേശം 6 മാസം കടന്നുപോയി. 6 മാസം കഴിഞ്ഞപ്പോഴോ ശിവ വീണ്ടും അതേ കടയിലേക്ക് വന്നു. അയാൾക്ക് മുത്തുവിനെ നന്നായിട്ടറിയാം. മുത്തുവിനും അയാളെ അറിയാവുന്നത് കൊണ്ട് തന്നെ മുത്ത് നേരെ ചെന്ന് ആ ഒരു വാച്ച് അയാൾക്ക് കൊടുക്കുന്നു. അതിനുശേഷം ശിവ മുത്തുവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്റെ ഒരു മഞ്ഞ ബാഗ് ഇവിടെ മറന്നു വെച്ചിരുന്നു, അതെവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ ബാഗ് കൃത്യമായിട്ട് മുത്തുവെടുത്ത് ശിവയ്ക്ക് കൊടുക്കുന്നു. എന്നാൽ ഇതെല്ലാം കാണുന്ന കട ഉടമയ്ക്ക് ഒന്നും മനസ്സിലാകുന്നതേയില്ല. 6 മാസമായിട്ട് അവൻ ഇങ്ങനെ ഒരു ബാഗ് ഒളിപ്പിച്ചു വെച്ചിരുന്ന കാര്യവും കട ഉടമയ്ക്ക് അറിയത്തില്ലല്ലോ. ഈ ബാഗിനുള്ളിൽ എന്താണെന്ന് നീ തുറന്നു നോക്കിയോ എന്ന് ശിവ ചോദിക്കുമ്പോഴോ, ആ നോക്കി, ഇതിലെന്താണെന്ന് എനിക്കറിയാമെന്നും മുത്ത് പറയുന്നു. ഇതിൽ നിന്ന് വല്ലതും നീ എടുത്തോന്ന് ചോദിക്കുമ്പോൾ ഏയില്ല, ഞാനൊന്നും എടുത്തിട്ടില്ല എന്നും മുത്ത് പറയുന്നു. ഇതെല്ലാം ഒരു വാച്ച് കടക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ ഒരു ബാഗിലെന്ന് ചോദിക്കുമ്പോൾ അത് സ്വർണ്ണ ബിസ്ക്കറ്റ് ആണെന്ന് ഒന്നും നോക്കാതെ മുത്ത് സത്യസന്ധമായിട്ട് ഉത്തരം പറയുന്നു. അത് കേട്ട് വാച്ച് കടക്കാരന് വല്ലാതെ ദേഷ്യം വരും. 6 മാസമായിട്ട് നീ ഒരു ബാഗ് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ട് എന്നോട് ഈ ഒരു കാര്യം നീ പറഞ്ഞതേ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇനി നിനക്ക് ഈ കടയിൽ ജോലിയില്ല, നീ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് മുത്തുവിനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നു. എന്നാൽ ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ശിവയ്ക്ക് മുത്തുവിന്റെ സത്യസന്ധതയും അവന്റെ ആത്മാർത്ഥതയും ഒക്കെ മനസ്സിലായി. വേണമെന്ന് വെച്ചാൽ മുത്തുവിന് അതിൽ നിന്ന് സ്വർണ്ണ ബിസ്ക്കറ്റ് ഒക്കെ എടുക്കാമായിരുന്നു. ആ ബാഗും കൊണ്ട് അവന് രക്ഷപ്പെട്ടു പോകാമായിരുന്നു. പക്ഷെ അതൊന്നും മുത്തു ചെയ്തില്ല. ശിവ വന്നപ്പോൾ കൃത്യമായിട്ട് ബാഗും ബാച്ചും ശിവയെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ശിവ മുത്തുവിനോട് നീ എനിക്കൊപ്പം ബോംബെയിലേക്ക് വരുന്നോ എന്ന് ചോദിക്കും. വരുന്നു എന്ന് പറഞ്ഞിട്ട് മുത്തുവും ശിവയ്ക്കൊപ്പം പോവുകയാണ്. അന്നാണ് അവസാനമായിട്ട് മുത്തുവിനെ കണ്ടതെന്നും വാച്ച് കടക്കാരൻ ഹോട്ടൽ ഉടമയോട് പറയുന്നു. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലോ മുത്തുവിന്റെ ആനയെക്കുറിച്ച് അന്വേഷിച്ച് കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. അങ്ങനെ ആനയുള്ള സ്ഥലം കണ്ടെത്തി എത്തുകയാണ്. ആനയെ നോക്കാൻ നിൽക്കുന്ന പാപ്പാനോട് മുത്തുവിനെ കുറിച്ച് അന്വേഷിക്കുന്നു. ഏകദേശം 1 വർഷം മുൻപാണ് മുത്തുവിനെ കണ്ടത്. മുത്തു തന്റെ ആനയെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയതെന്നും ആ ഒരു ആനപ്പാപ്പാൻ പറയുന്നു. ഈ ഒരു ആനയെക്കുറിച്ചും മുത്തുവിനെ കുറിച്ചും കൂടുതൽ അറിയണമെങ്കിൽ ആരോട് അന്വേഷിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ളൊരു ട്രസ്റ്റിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവർ നേരെ ട്രസ്റ്റിലെ ഉദ്യോഗസ്ഥനടുത്തേക്ക് എത്തുകയാണ്. ഉദ്യോഗസ്ഥനോട് മുത്തുവിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നു. ഏകദേശം 1 വർഷം മുൻപാണ് മുത്തുവിടെ തന്റെ ആനയെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോയതും. മാത്രമല്ല കൊച്ചിയിലുള്ള ഒരു അഡ്രസ്സും തന്നിരുന്നുവെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നു. അങ്ങനെ കൊച്ചിയിലുള്ള അഡ്രസ്സുമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ നേരെ കൊച്ചിയിലേക്കും പോകുന്നു. ആ ഒരു അഡ്രസ്സ് അന്വേഷിച്ച് പോകുന്ന സമയത്തോ അതൊരു ഓർഫണേജ് ആണെന്നുള്ള കാര്യവും അവരറിയുകയാണ്. എന്നാൽ ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരും കൊച്ചിയിലേക്ക് മുത്തുവിനെ അന്വേഷിച്ച് പോകുന്ന അതേ സമയം തന്നെ കാലയനാണെങ്കിലോ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് മുത്തുവിന്റെ ഫോട്ടോയുമായിട്ട് പോകുന്നു. എന്നിട്ട് അവിടെ കാണുന്ന ആളുകളോട് എല്ലാവരും മുത്തുവിനെ അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ അവിടെ ആടുമേയ്ക്കാനിരുന്ന സ്ത്രീ മുത്തുവിനെ തിരിച്ചറിയുകയാണ്. കുറെ നാളുകൾക്ക് മുൻപ് ഒരു വണ്ടിയിൽ നിറയെ പാത്രങ്ങളുമായിട്ട് മുത്തു തങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്നു. ആടുമേയ്ക്കുന്ന എല്ലാവരോടുമായിട്ട് മുത്തു പറഞ്ഞത്, നിങ്ങൾ ഒരു ചാക്ക് ആട്ടിൻപുഴുക്ക തരികയാണെന്നുണ്ടെങ്കിൽ ഓരോ ചാക്കിനും ഒരു പാത്രവും 500 രൂപയും വെച്ച് തരുമെന്നായിരുന്നു. അത് കേട്ട് എല്ലാവരും ആട്ടിൻപുഴുക്കയൊക്കെ മുത്തുവിന് കൊടുത്തു. എന്തിനാണ് മുത്തു ഇങ്ങനെ ചെയ്തതെന്നും ആർക്കും അറിയത്തേയില്ല. ഇത്രയും ആട്ടിൻപുഴുക്ക മുത്തു എന്തിനാണ് കൊണ്ടുപോയതെന്നും ആർക്കും അറിയത്തില്ല. മുത്തു ചോദിച്ചത് അവർ ചെയ്തു കൊടുത്തു, അത്ര തന്നെ. ഈ ഒരു വിവരവും കാലയനോട് അവർ പറയുകയാണ്. അതേസമയം മുത്തുവിനെ അന്വേഷിച്ചു പോകുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരും നേരെ എത്തിയിരിക്കുന്നത് ആ ഒരു ഓർഫണേജിലേക്കാണ്. ഓർഫണേജിൽ വർക്ക് ചെയ്യുന്ന പയ്യനോട് മുത്തുവിനെ കുറിച്ച് അന്വേഷിക്കുന്നു. മുത്തുവിന്റെ ഫോട്ടോ കാണിച്ചിട്ട് മുത്തു ഒന്ന് ജീവനോട് കൂടിയില്ല, മരണപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ ആ പയ്യൻ വല്ലാതെ അപ്സെറ്റ് ആകുന്നു. അതിനുശേഷം അവൻ മുത്തു താമസിച്ചിരുന്ന റൂമൊക്കെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. എന്നിട്ട് മുത്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതേ ഓർഫണേജില് 2006 മാനേജറായിട്ടാണ് മുത്തു വർക്ക് ചെയ്തിരുന്നത്. ഈ ഓർഫണേജ് നടത്തിക്കൊണ്ട് പോയിരുന്നതും ശിവയായിരുന്നു. അന്ന് ശിവയോടൊപ്പമാണ് മുത്തു ബോംബെയിലേക്ക് ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു വാച്ച് കടയിൽ നിന്ന് പോയത്. എന്നാൽ ബോംബെയിൽ പോയിട്ട് കുറെ നാൾ കഴിഞ്ഞതും ഇതേ ഓർഫണേജ് തുടങ്ങി. ആ ഓർഫണേജില് മാനേജറായിട്ട് മുത്തുവിനെ നിയമിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം മാനേജർ പയ്യൻ മുത്തുവും ശിവയും അവിടെ വർക്ക് ചെയ്തിരുന്ന എല്ലാവരും കൂടി നിന്നെടുത്ത ഗ്രൂപ്പ് ഫോട്ടോയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുക്കുന്നു. 2009 ശിവ ഈ ഒരു ഓർഫണേജ് ബെന്നി, ജെസ്സി എന്നിങ്ങനെ 2 പേരുടെ കയ്യിൽ ഏൽപ്പിച്ചതിനു ശേഷം നേരെ ബോംബെയിലേക്ക് പോവുകയാണ് ചെയ്തത്. അന്നു മുതൽ താനാണ് ഇവിടുത്തെ മാനേജർ എന്നും ആ പയ്യൻ പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടതിന് ശേഷം നേരെ പോലീസ് ഉദ്യോഗസ്ഥർ താഴേക്ക് വന്നിട്ട് സെക്യൂരിറ്റിയോട് മുത്തുവിനെ കുറിച്ച് അന്വേഷിക്കുന്നു. മുത്തു ഏകദേശം 2006 കാലഘട്ടത്തിലാണ് ഇവിടെ വർക്ക് ചെയ്തിരുന്നത്.
മുത്തു ഇവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയുണ്ടായി. ആ ഫംഗ്ഷനിലേക്ക് കുറെ ഗുണ്ടകൾ വരികയും വല്ലാതെ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു. അവസാനം ബോംബ് ബ്ലാസ്റ്റ് വരെ ഉണ്ടായി. ആ ഒരു ബ്ലാസ്റ്റിൽ ഒരുപാട് പേർ മരണപ്പെട്ടു പോവുകയും കുറച്ചു പേർക്ക് പരിക്കും പറ്റി. മുത്തുവും ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെടുകയാണ് ചെയ്തത്. അന്നു മുതൽ മുത്തുവിനെ പിന്നെ കണ്ടിട്ടേയില്ല എന്നുള്ള കാര്യവും സെക്യൂരിറ്റി പറയുന്നു. ആ ഒരു ബോംബ് ബ്ലാസ്റ്റിന് ശേഷമാണ് മുത്തു കേരളം ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലേക്ക് എത്തിയത്. ബോംബ് ബ്ലാസ്റ്റിന് പിന്നിൽ ആരായിരിക്കാം? ബോംബെയിലേക്ക് പോയ ശിവയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? ബോംബ് ബ്ലാസ്റ്റിന് പിന്നിൽ വർക്ക് ചെയ്തവരായിരിക്കുമോ മുത്തുവിനെ കൊന്നത് എന്നുള്ള സംശയമൊക്കെ പോലീസ് ഇൻസ്പെക്ടറിനുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ സ്റ്റേഷനിലേക്ക് എത്തി ഓർഫനേജിൽ നടന്ന ബോംബ് ബ്ലാസ്റ്റിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ബോംബ് ബ്ലാസ്റ്റിന് പിന്നില് ശിവയുടെ ശത്രുവായിട്ടുള്ള ജോണിയാണ്. ജോണിയെ പോലീസുകാർ പിടികൂടുകയും 16 വർഷം അവന് കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഐ വിറ്റ്നസ് ആയിട്ടുള്ളത് മുത്തുവും പിന്നെ MLA ബെന്നിയും MLAയുടെ PA ആയിട്ടുള്ള ബാസ്റ്റിനുമാണെന്നാണ്. അതോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥർ ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ്. 1997 കാലഘട്ടത്തില് ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപ് ഒരു സാധാരണ വാച്ച് കടയിലെ വാച്ച് മെക്കാനിക്കായിട്ടാണ് മുത്തു വർക്ക് ചെയ്തിരുന്നത്. അവിടേക്ക് എത്തിയ ശിവ മുത്തുവിന്റെ സത്യസന്ധത കണ്ട് തന്റെ കൂടെ കൂട്ടുകയാണ് ചെയ്തത്. പിന്നീട് മുത്തു ശിവയ്ക്കൊപ്പം ബോംബെയിലേക്ക് പോയി. അതിനുശേഷം 2005 കാലഘട്ടത്തില് ആനയെ നോക്കുവാനായിട്ട് കേരളത്തിലേക്ക് എത്തി. അതിനുശേഷം 2006 കാലഘട്ടത്തില് ശിവ ഒരു ഓർഫണേജ് ആരംഭിച്ചു. അവിടുത്തെ മാനേജറായിട്ടും വർക്ക് ചെയ്തു. ആ സമയത്താണ് ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായത്. അതേ തുടർന്ന് പിന്നീട് മധുരയിലേക്ക് വന്നു. 2012 കാലഘട്ടത്തില് ഒരു വണ്ടിയുമായിട്ട് മധുരൈ ഗ്രാമങ്ങളിൽ മുഴുവൻ കയറിയിറങ്ങി അവിടുത്തെ ആടുമേയ്ക്കുന്നവരുടെ കയ്യിൽ നിന്നും ആട്ടിൻപുഴുക്കൊക്കെ കളക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. 2013 കാലഘട്ടത്തില് കൺമണി ഡാൻസ് സ്കൂളിന്റെ ബോഡി ഗാർഡായിട്ടും വർക്ക് ചെയ്തു. പിന്നീട് ഇപ്പോൾ മുത്തുവിന്റെ തല വെട്ടിയെടുത്ത രീതിയിലാണ് ഇപ്പോൾ കണ്ടെത്തുവാനായും കഴിഞ്ഞത്. ആരാണ് ഈ മുത്തു? മുത്തുവിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് പല പല കാര്യങ്ങളാണല്ലോ ചുരുളഴിയുന്നതെന്നും പോലീസുകാർ ചിന്തിക്കുന്നു. പോലീസുകാരാണെങ്കിലോ MLA ബെന്നിയെ കണ്ടിട്ട് മുത്തുവിനെ കുറിച്ച് അന്വേഷിക്കുവാനായും തീരുമാനിക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് കാളയനാണെങ്കിൽ മുത്തുവിന്റെ ഫോട്ടോ കാണിച്ച് ഓരോരുത്തരോടും മുത്തുവിനെ കുറിച്ച് അന്വേഷിക്കുകയാണല്ലോ. കാളയൻ നേരെ എത്തിയിരിക്കുന്നത് കൺമണി ഡാൻസ് ടീമിലെ മെയിൻ ഡാൻസറായിട്ടുള്ള ചിട്ടുവിനടുത്തേക്കായിരുന്നു. എന്നാൽ ചിട്ടു ഇപ്പോൾ ഡാൻസ് എല്ലാം ഉപേക്ഷിച്ച് ഒരു തയ്യൽ കടയിലാണ് ജോലി ചെയ്യുന്നതും. ചിട്ടുവിനടുത്തെത്തി മുത്തുവിന്റെ ഫോട്ടോ കാണിച്ച് മുത്തുവിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആദ്യമായിട്ട് ചിട്ടു എപ്പോഴാണ് മുത്തുവിനെ കണ്ടതെന്നാണ് പറയുന്നത്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഒരു പ്രോഗ്രാമിന് പോകുവാൻ വേണ്ടിയിട്ട് വണ്ടി കാത്ത് നിൽക്കുകയായിരുന്നു ചിട്ടുവും മീനയും. എന്നാൽ എത്ര നിന്നിട്ടും വണ്ടിയൊന്നും വരുന്നതേയില്ല. പ്രോഗ്രാം നടക്കാൻ സമയമായി. അപ്പോഴായിരുന്നു അതുവഴി മുത്തുവാണെങ്കിലോ ആട്ടിൻപുഴുക്കൊക്കെ കളക്ട് ചെയ്തിട്ട് വരുന്നതും. അവരെ കാണുന്ന മുത്തുവാണെങ്കിൽ എവിടേക്ക് പോകുവാനാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോകുന്നു. വണ്ടിയിലിരിക്കുന്ന സമയത്തെല്ലാം മുത്തുവിന്റെ സംസാരമൊക്കെ രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടമായി. പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്കും കൊണ്ടുവരുന്നു. ഉത്സവമാണ് അവിടെ നടക്കുന്നത്. എന്നാൽ ആ ഉത്സവ സ്ഥലത്ത് കുറെ പയ്യന്മാരാണെങ്കിൽ പെൺകുട്ടികളോടൊക്കെ മോശമായിട്ട് പെരുമാറുവാനായും ശ്രമിച്ചു. അതിലേക്ക് മുത്തു ഇടപെടുകയും മുത്തു അതൊക്കെ സോൾവ് ചെയ്യുകയും ഏകദേശം ഒരു ബോഡി ഗാർഡിനെ പോലെ പ്രവർത്തിക്കുന്നതും ആ ഒരു ടീമിലുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അവരുടനെ തന്നെ മുത്തുവിനോട് സഹായം ചോദിച്ചു. പ്രോഗ്രാമുകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുവാനായിട്ട് ഞങ്ങൾക്ക് വണ്ടി സൗകര്യമില്ല, അതുകൊണ്ട് ഒരു ഡ്രൈവറായിട്ട് വണ്ടിയുമായി വരുമോ എന്ന് മുത്തുവിനോട് ചോദിക്കുമ്പോൾ മുത്തു അതിന് സമ്മതിക്കും. പക്ഷേ മുത്തുവിനൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഞാൻ ആരാണെന്നോ, ഞാൻ എവിടേക്ക് പോകുന്നെന്നോ, ഞാൻ എന്ത് ചെയ്യുന്നെന്നോ ഒന്നും തന്നെ തിരക്കാൻ പാടില്ല. നിങ്ങൾക്ക് എപ്പോൾ വണ്ടിയുടെ ആവശ്യം വരുന്നോ അപ്പോൾ ഞാൻ വണ്ടിയുമായിട്ടെത്തും, അല്ലാതെ വേറെ എന്നെ കുറിച്ച് ഒന്നും തിരക്കരുതെന്നും പ്രത്യേകം മുത്തു പറയുന്നു. അതും അവർ സമ്മതിക്കുകയാണ്. മുത്ത് താമസിച്ചിരുന്നത് മീനയും ചിട്ടുവും താമസിച്ചിരുന്ന അതേ വീട്ടിലാണ്. ഉറങ്ങുന്നതെല്ലാം ബാൽക്കണിയിലാണ്. മീനയും ചിട്ടുവുമൊക്കെ അകത്താണ് കിടന്നുറങ്ങുന്നതും. മീനയ്ക്കും ചിട്ടുവിനും മുത്തുവിന്റെ സ്വഭാവമൊക്കെ ഒരുപാട് ഇഷ്ടമായി. നല്ല വിശ്വസിക്കാൻ കഴിയാവുന്ന ആളായിരുന്നു മുത്തു. അതേ സമയത്തായിരുന്നു ചിട്ടുവിന് പോകേണ്ട ബസ് വന്നതുകൊണ്ട് തന്നെ ബാക്കി കഥ ഞാൻ നാളെ പറയാമെന്ന് പറഞ്ഞ് ചിട്ടു ബസ് കയറി പോകുന്നു. എന്നാൽ മറ്റൊരു വശത്ത് പോലീസ് ഉദ്യോഗസ്ഥർ വഴി മുത്തു മരണപ്പെട്ട വിവരം MLA ബെന്നി അറിയുകയാണ്. അതോടുകൂടി ബെന്നി ആകെ ഇമോഷണൽ ആകുന്നു. ബെന്നി സത്യത്തിൽ മുത്തുവിനെ പരിചയപ്പെടുന്നത് 2005 കാലഘട്ടത്തിലാണ്. കാട്ടിലൊരു ആന വല്ലാതെ മതം കൊണ്ട് നിൽക്കുന്നു. അതിനെ തളയ്ക്കുവാനായി നോക്കിയിട്ട് കഴിയുന്നതേയില്ല. അതിന്റെ ചങ്ങല പൊട്ടിച്ച് അതെല്ലാവരെയും ആക്രമിക്കുവാനായും വരുന്നുണ്ട്. എന്നാൽ അവിടേക്ക് എല്ലാവരെയും രക്ഷിക്കുന്ന ഒരു രക്ഷകനെ പോലെ മുത്തുവാണ് അവിടേക്ക് എത്തിയത്. മുത്തു അവസാനം ആനയെ തളയ്ക്കുകയാണ്. മുത്തുവിന് കാട്ടാൻ എന്നൊരു പേരും കൂടിയുണ്ട്. അത് വരുവാനായിട്ട് കാരണം അവന്റെ ഉള്ളിലെ അസാധാരണ ശക്തി കാരണമാണ് അവനെ എല്ലാവരും കാട്ടാൻ എന്ന് വിളിക്കുന്നതെന്നും MLA ബെന്നി പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ചിട്ടുവിനെ കാണിക്കുകയാണ്. തലേ ദിവസം അവൾ മുത്തുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ബസ് വന്നതുകൊണ്ട് തന്നെ അവൾ ബസ്സിൽ കയറി പോയില്ലേ. എന്നാൽ ഇപ്പോൾ വീണ്ടും കാലയൻ ചിട്ടുവിനെ കാണുവാനായി എത്തിയിരിക്കുകയാണ്. ചിട്ടു വീണ്ടും മുത്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു. വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്.
മുത്തുവാണെങ്കിലോ എല്ലാവരുമായിട്ട് നന്നായിട്ട് സഹകരിക്കുന്നത് കൊണ്ട് തന്നെ പതിയെ പതിയെ ആ ഒരു ഡാൻസ് ടീമിലെ ഒരംഗമായി മുത്തു മാറി. എല്ലാവർക്കും മുത്തുവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ മുത്തു ഏറ്റവും കൂടുതൽ സഹകരിച്ചിരുന്നത് മീനയ്ക്കും ചിട്ടുവിനും ഒപ്പമായിരുന്നല്ലോ. എന്നാൽ മീനയുടെ മനസ്സിൽ മുത്തുവിനോടുള്ള ഫ്രണ്ട്ഷിപ്പ് വളർന്നു വളർന്ന് അവസാനം അത് പ്രണയമായി മാറി. എന്നാൽ ഒരു ദിവസം മുത്തുവാണെങ്കിലോ ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടയായിരുന്നു എല്ലാവരോടും അന്വേഷിക്കുന്നത് മീന അറിഞ്ഞു. മീനയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ. എന്തിനായിരിക്കാം മുത്തു ഇങ്ങനെ ഗുണ്ടയെക്കുറിച്ച് അന്വേഷിക്കുന്നതെന്നും അവൾ ചിന്തിക്കുന്നു. എന്നാൽ ഒരു ദിവസം മീന മുത്തുവിനോട് ചോദിക്കും, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഗുണ്ടയെക്കുറിച്ച് തിരക്കുന്നത്? ഈ നാട്ടിലെ പേര് കേട്ട ഗുണ്ട അറ്റാക്ക് ആറുമുഖൻ. എന്തിനാ നിങ്ങൾ തിരക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മുത്തു അത് എന്തിനാണെന്ന് പറയുവാനെയും കൂട്ടാക്കുന്നതേയില്ല. മീനയുടെ ചോദ്യങ്ങൾക്ക് മുത്തുവിന്റെ മറുപടി എല്ലാം സമയമാകുമ്പോൾ പറയാമെന്നായിരുന്നു. എന്നാൽ അന്നേ ദിവസം രാത്രി മീനയ്ക്ക് ഉറങ്ങുവാനേ കഴിഞ്ഞില്ല. എന്തുകൊണ്ടായിരിക്കാം മുത്തു ഗുണ്ടകളെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നത്? മുത്തു യഥാർത്ഥത്തിൽ ആരാണ്, എന്തിനാണ് ഈ നാട്ടിൽ വന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവളുടെ മനസ്സിലുണ്ടാകുന്നു. ഉടനെ തന്നെ അവൾ മുത്തുവിനെയും കൂട്ടി അടുത്തുള്ള ചായക്കടയിലേക്ക് പോകുന്നു. മുത്തുവിനോട്, നിങ്ങൾ ആരാണ്, എന്തിനാണ് ഈ നാട്ടിലേക്ക് വന്നത്, എന്തിനാ ഗുണ്ടകളെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നത്, നിങ്ങൾ എന്തിനാ ഈ നാട്ടിലേക്ക് വന്ന് ആട്ടിൻപുഴുക്കേക്ക് കളക്ട് ചെയ്ത് നടക്കുന്നത്, ആരെങ്കിലും കൊല്ലാനാണോ എന്നൊക്കെ മീന ചോദിക്കുമ്പോൾ അതിന് മുത്തുവിന്റെ മറുപടി, ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും നീ എന്നോട് ചോദിക്കരുത്. ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ എന്നെ കുറിച്ച് ഒന്നും ഇങ്ങോട്ട് ചോദിക്കരുതെന്ന്. സമയമാകുമ്പോൾ ഞാൻ നിന്നോട് എല്ലാം തുറന്നു പറയുമെന്നും മീനയോട് മുത്തു പറയുന്നു. മീന തന്റെ പ്രണയവും മുത്തുവിനോട് തുറന്നു പറഞ്ഞു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം മീനയ്ക്ക് മുത്തുവിനോടുള്ള പ്രണയം കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. ചിട്ടു ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ മറ്റൊരു വശത്ത് ബെന്നിയാണ് കാണിക്കുന്നത്. ബെന്നിയാണെങ്കിലോ മുത്തു മരിച്ച കാര്യമൊക്കെ അറിഞ്ഞല്ലോ. ബെന്നിക്ക് സ്വന്തമായിട്ട് തടി ഫാക്ടറി ഉണ്ട്. അവിടേക്ക് എത്തുകയാണ് പോലീസ് ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും. തടി ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളിനൊപ്പം ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു അവർ രണ്ടുപേരും. അതിനുശേഷം മുത്തുവിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇതാരാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാമല്ലോ മുത്തു വളരെ നല്ല മനുഷ്യനാണെന്നും അയാൾ പറയുന്നു. മുത്തു മരണപ്പെട്ടു പോയി, മുത്തുവിന്റെ തല മാത്രമാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കിട്ടിയതെന്നും പോലീസുകാർ പറയുമ്പോഴോ ആ ഒരു തൊഴിലാളിയാണെങ്കിലോ വല്ലാതെ സങ്കടപ്പെടുകയാണ്. മുത്തുവും ബെന്നിയും എങ്ങനെയാണ് പരിചയമെന്ന് അയാൾ പറയുകയാണ്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. മുത്തു അതേ തടി ഫാക്ടറിയില് ഒരു ആനപ്പാപ്പാനായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. എന്നാൽ ഒരു ദിവസം ബെന്നിയെ കടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുപേർ വന്നു. അത് ഏകദേശം ഒരു 2005 കാലഘട്ടമായിരുന്നു. അന്നത്തെ പഞ്ചായത്ത് ഇലക്ഷന് ബെന്നി നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബെന്നിയെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ബെന്നിയെ കടത്തിക്കൊണ്ടു പോകുവാനായിട്ട് ഒരു കൂട്ടം ആളുകൾ എത്തിയിരുന്നത്. ഇതറിഞ്ഞ മുത്തുവാണെങ്കിലോ തന്റെ ആനയ്ക്കൊപ്പം ഒരു വലിയ മരവും പുഴുതുകൊണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് ബെന്നിയെ അതിൽ നിന്നും രക്ഷിക്കുകയാണ് ചെയ്തത്. അതോടുകൂടി ബെന്നിയെ കടത്തിക്കൊണ്ടു പോകുവാനായി വന്നവരെല്ലാം പേടിച്ചവിടെ നിന്നും പോവുകയാണ് ചെയ്തത്. അന്നു മുതൽ ബെന്നി മുത്തുവിനെ കടപ്പെട്ടിരിക്കുകയാണെന്നും ആ ഒരു തൊഴിലാളി പറയുന്നു. മുത്തുവിനെ കൊല്ലണമെങ്കിൽ മുത്തുവിനെ പോലുള്ള ഒരാൾക്ക് മാത്രമേ അവനെ കൊല്ലാൻ കഴിയൂ, അല്ലാതെ ആർക്കും തന്നെ മുത്തുവിനെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല എന്നും ആ തൊഴിലാളി പറയുന്നു. അതെല്ലാം കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ചിന്തിക്കുന്നത്, ആരാണ് ഈ മുത്തു? മുത്തു പോകുന്ന വഴിയിലെല്ലാം എല്ലാവർക്കും നല്ലതാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള മുത്തുവിന് മരണം എങ്ങനെ സംഭവിച്ചു? അത് കൊലപാതകമാണോ, ആത്മഹത്യയാണോ, അതിനു പിന്നിൽ ആരാണെന്നൊക്കെയുള്ള കാര്യം പോലീസുകാർ ചിന്തിക്കുകയാണ്. അതോടുകൂടി ആദ്യത്തെ പാർട്ടിന്റെ കഥ ഇന്ന് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണേ. ആരാണ് മുത്തു? മുത്തുവിനൊപ്പം ഉണ്ടായിരുന്ന ശിവ ആരാണ്? ശിവയ്ക്ക് എന്ത് സംഭവിച്ചു? മുത്തുവിനെ പ്രണയിച്ച മീനയുടെ കാര്യം എന്തായി? മുത്തു എങ്ങനെ മരണപ്പെട്ടു എന്നൊക്കെ അറിയണ്ടേ? അത് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഇന്ന് നമ്മൾ 5 എപ്പിസോഡിന്റെ കഥയാണ് ഇവിടെ പറഞ്ഞത്. ബാക്കി 5 എപ്പിസോഡിന്റെ കഥ അടുത്ത പാർട്ടിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുതേ. അടുത്ത പാർട്ടിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.